ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം 2024 കഴിഞ്ഞ 10th പ്രിലിംസിന്റെ രണ്ട് റിസൾട്ടാണ്, രണ്ട് എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് രണ്ടും തിരുവനന്തപുരം ജില്ലയിൽ നടന്നതാണ്. ഒന്ന് ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കാറ്റഗറി നമ്പർ 446/2023. അങ്ങനെ രണ്ട് എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 446/2023. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 72.4 ഇതിന്റെ കട്ട് ഓഫ്. ഇതിനകത്ത് ഏകദേശം ഒരു 10,000 പ്ലസ്, 10,000-ൽ കൂടുതൽ, 10,200 ആൾക്കാരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 72.4 കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ അതിനധികം വേക്കൻസി ഒന്നുമില്ല. അത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. അപ്പം ലിസ്റ്റ് വന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽസിലോട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ ലാബോറട്ടറി അസിസ്റ്റന്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം വയനാട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നത് തിരുവനന്തപുരം ജില്ലയാണ്. കാറ്റഗറി നമ്പർ 447/2023. ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ട് 56.6447. ഓക്കെ, അപ്പം നോർമലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തിയത്. അപ്പോൾ ഏകദേശം ഒരു 14,193, 14,200 നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. 14,200 പേരാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ, അതായത് എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് അധികം ആൾക്കാരുടെ എണ്ണമാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ തോന്നും. കാരണം വയനാട് അപേക്ഷിച്ച് വയനാട് 3,068 46.96 കട്ട് ഓഫ്. പക്ഷേ ഇതിനകത്ത് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് അപ്പോയിൻമെന്റ് കൂടുതൽ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 80,000 അവിടെ പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവിടെ 189 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ വയനാട് ജില്ലയിൽ നോക്കിയാൽ വയനാട് ജില്ലയിൽ ടോട്ടൽ 24 അഡ്വൈസ് നടന്നിട്ടുള്ളൂ. 102 പേരാണ്, അതായത് ഏറ്റവും കുറച്ച് ആൾക്കാർ ഇട്ടതിലെ ഒരു ജില്ലയാണ് വയനാട്. ഏറ്റവും കുറച്ചിട്ടത് ഇടുക്കിയാണ്, 101. അതിനെക്കുറിച്ച് ഒരാളോട് കൂടുതലിട്ടാണ് വയനാട്. 102 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു വേക്കൻസിയുടെ ആനുപാതികം അനുസരിച്ച് ഇപ്പം വേക്കൻസി തിരുവനന്തപുരത്ത് 14 എണ്ണമുണ്ട്. വയനാട് ഒരു വേക്കൻസി പോലും റിപ്പോർട്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഈ 14,200 പേരുടെ അടുപ്പിച്ച് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ സെക്രട്ടേറിയറ്റ് പോയ അങ്ങനെയൊക്കെ പറയുന്ന എക്സാമിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാർ ഈ ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് എലിജിബിലിറ്റി പാസ്സായി. പക്ഷേ എല്ലാവരും വിചാരിച്ചിരുന്നത് തിരിച്ചാണ്. മീൻസ് എന്താണ്, സെക്രട്ടേറിയറ്റ് ഓയൊക്കെ കിട്ടും, പക്ഷേ ഈ ലാബ് അസിസ്റ്റന്റിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വരില്ല, അല്ലെങ്കിൽ മെയിൻ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആൾക്കാരിൽ നേരെ തിരിച്ചാണ് വന്നത്. സെക്രട്ടേറിയറ്റ് ഓയെ ഒന്നും എഴുതാൻ പറ്റില്ല, അവർ അത് ലിസ്റ്റിലില്ല. പക്ഷേ ഈ ലാബ് അസിസ്റ്റന്റ് എലിജിബിലിറ്റി ലിസ്റ്റ് അവർ പാസ്സായിട്ടുണ്ട്. കാരണം അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഓയൊക്കെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് കൂടുതലിട്ടതും കുറച്ച് ആ ഒരു ലെവലിൽ ആൾക്കാരുടെ എണ്ണം കിട്ടുന്നത്. പക്ഷേ ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നടക്കുന്ന, ആ ജില്ലയിലേക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു എക്സാം ആണ് ഇത്. അതുകൊണ്ടാണ് 14,000 പ്ലസ് പേരിലെ ആൾക്കാരുടെ എണ്ണം എലിജിബിലിറ്റി ലിസ്റ്റ് വന്നത്, മെയിൻ പരീക്ഷ എഴുതാനായിട്ട് അവർക്ക് അവസരം കൊടുത്തത്. കാരണം ഇനി ഇത് മെയിൻ പരീക്ഷ എഴുതുമ്പം ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അവരൊന്നും പഠിക്കാതെ ഇരുന്ന ആൾക്കാരാണ്. കാരണം മറ്റേ വന്ന ലിസ്റ്റിലൊന്നും അവർ ഉൾപ്പെട്ടിട്ടില്ല, പ്രതീക്ഷിച്ച ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല, പ്രതീക്ഷിക്കാത്ത ലിസ്റ്റിലാണ് അവർ ഉൾപ്പെട്ടത്. അപ്പോൾ അവരെല്ലാം പഠിത്തം നിർത്തി. അതായത് ഇനിയിപ്പം അതുകൊണ്ട് എല്ലാവരും പുസ്തകം മടക്കി വെച്ച ആ ഒരു ലെവലിലാണ് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ എലിജിബിലിറ്റി ലിസ്റ്റിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾ അധികം കയറി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇനി ഏകദേശം കറക്റ്റ് 1.5 മാസം റൗണ്ട് ചെയ്യാം. മെയ് മാസം ഫുള്ള് ഒരു ദിവസം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കാതെ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ലിസ്റ്റിൽ വരും. ഓക്കെ, ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം നല്ല കോമ്പറ്റീഷനാണ്. അധികം ഇതിനകത്ത് 14,193 പേരിട്ടതെങ്കിൽ ഏകദേശം ഒരു 200-250 പേരുടെ മെയിൻ ലിസ്റ്റൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ മെയിൻ പരീക്ഷ പാസ്സാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഒരു മാസം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്യുക. ഫ്ലോ ഉള്ള ആൾക്കാരെല്ലാം നല്ലതുപോലെ കയറി വരാൻ പറ്റും. അതുകൊണ്ട് ഇനി ആരും ടൈം വേസ്റ്റ് ചെയ്യരുത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 21-ാം തീയതിയാണ് ഇതിൻ്റെ മെയിൻ പരീക്ഷ നടക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസത്തോളം നമുക്ക് കിട്ടും. ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് ജൂൺ മാസം 21 വരെ 20-ാം തീയതി വരെ നിങ്ങൾ അതിൻ്റെ റിവിഷൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ നല്ലൊരു റാങ്കോട് കൂടി മെയിൻ പരീക്ഷ പാസ്സാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലയിലൊക്കെ 2 ജില്ലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.